നമസ്കാരം. ഉത്തര കൊറിയയിൽ എല്ലാ കാര്യങ്ങളും രഹസ്യമാണ്, ദുരൂഹമാണ്. അവിടുത്തെ ഏകാധിപതിയായ കിം ജോങ് ഉൻ പറയുന്നതനുസരിച്ച് മാത്രമാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ലോകത്തിന് പുറത്തറിയാൻ യാതൊരു സംവിധാനങ്ങളും നിലവിലില്ല. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉത്തര കൊറിയയിൽ ഏറെ ആഘോഷത്തോടു കൂടി കൊട്ടിഘോഷിച്ച് ഒരു കടലോര റിസോർട്ട് തുറന്നത്. വളരെ പെട്ടെന്ന് തന്നെ വിദേശ സഞ്ചാരികൾക്ക് അവിടേക്ക് പ്രവേശനം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഇനിയും ഉത്തര കൊറിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. വലിയ പരസ്യങ്ങളും മറ്റുമായിട്ടാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഓൺസാൻ കൽമ കോസ്റ്റൽ ടൂറിസ്റ്റ് ഏരിയ എന്നാണ് ഇതിൻ്റെ പേര്. ഉത്തര കൊറിയൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത്. ഇവിടേക്ക് നേരത്തെ റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ മാത്രമാണ് സന്ദർശനത്തിനായി അനുമതി നൽകിയിരുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവറോവാണ് ആദ്യമായി ഇവിടെ താമസിക്കാനെത്തിയ ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള ഭരണാധികാരി. അന്ന് കിം ജോങ് ഉൻ തൻ്റെ സമൂഹ മാധ്യമ പേജിലൊക്കെ തന്നെ ഈ റിസോർട്ടിൽ ആദ്യമായി സന്ദർശനമെത്തുന്ന വിദേശ അതിഥി, പ്രമുഖനാതിഥി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റും ഇട്ടിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ റിസോർട്ടിലേക്ക് ഇപ്പോൾ വിദേശികളുടെ സന്ദർശനം നിർത്തിവെക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റു ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർ നേരത്തെ കൊട്ടിഘോഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തര കൊറിയയിലെ ഇത്തരം കർശനമായ നിയന്ത്രണങ്ങൾ കാരണം അവിടുത്തെ ടൂറിസം മേഖല വളരെ പിന്നോക്കം പോയിരുന്നു. അതിൽ നിന്ന് ഒരു പുനർജീവനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വലിയ റിസോർട്ട് ഇവിടെ ആരംഭിച്ചത്. 2.5 മൈൽ വിസ്തൃതിയിലാണ് ഈ കടലോരത്ത് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 40ഓളം ഹോട്ടലുകളും ഗസ്റ്റ് ഹൗസുകളും തുടങ്ങി അനവധി സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് വാർത്തകളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പല കെട്ടിടങ്ങളുടെയും നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു കൂറ്റൻ ഹോട്ടലിൻ്റെ മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ആരംഭിച്ചില്ല. അതിൻ്റെ നിർമ്മാണം പോലും പകുതി വഴിയിലാണ് എന്നാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ വിദേശികൾ ഇവിടെ സന്ദർശനത്തിനെത്തിയാൽ ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങളെടുത്ത് പുറത്തുവിടും എന്ന് ഭയപ്പെട്ടിട്ടാണ് പെട്ടെന്ന് തന്നെ വിദേശ സഞ്ചാരികൾക്കൂടെ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് കരുതേണ്ടത്. തദ്ദേശീയ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചിത്രങ്ങൾ എടുക്കാൻ പോലും ഒരുപക്ഷെ ഇവിടുത്തെ അധികൃതർ അനുവദിക്കുകയില്ല. മാത്രമല്ല ഇത് വളരെ ചിലവേറിയ റിസോർട്ടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ അധികം ഇവിടെ താമസിക്കാനുള്ള സാധ്യതയില്ല. വിദേശികൾക്ക് തന്നെയാണ് ഇവിടെ ഉറപ്പായും മുൻഗണന ലഭിക്കേണ്ടത്. പക്ഷേ അതൊക്കെ തന്നെ നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു ഘട്ടത്തിലിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കാത്തതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈയിടെ തൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നാണ് കരുതപ്പെടുന്നത്. മകളുമൊത്ത് ഈ പ്രദേശത്തെത്തി ഇവിടെ നിന്ന് ചില ചിത്രങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഈ ഒരു ടൂറിസം റിസോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്തിരുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വിദേശികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവർ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന കർശന വിലക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ കാര്യത്തിനും വിലക്കാണ്. മാധ്യമങ്ങൾക്ക് പോലും വാർത്ത കൊടുക്കുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടാൽ പിന്നെ ആ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് പോലും വിധേയരാകേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ജനാധിപത്യം തൊട്ടുനിന്നിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കിം ജോങ് ഉൻ തീരുമാനിക്കുന്നത് തന്നെയാണ് അവിടുത്തെ നിയമവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു റിസോർട്ട് ഇത്തരത്തിൽ പെട്ടെന്ന് വിദേശികൾക്ക് അനുമതി നിഷേധിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഇന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ വാസ്തവം ഇതാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.